നോർത്ത് വയനാട് വനം ഡിവിഷന്റെ കീഴിലെ പേരിയ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട 43 മൈൽ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് തെരച്ചിൽ ആരംഭിക്കും. ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് വനം വകുപ്പിന്റെ പരിശോധന. കഴിഞ്ഞ രണ്ടാഴ്ചയായി തലപ്പുഴയിലെ ജനങ്ങൾ ഭീതിയിലാണ്. 43-ലെ സന്തോഷും കുടുംബവും കടുവയെ കണ്ടത് അറിയിച്ചതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കടുവ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. രാത്രി 9:30 കൂടിയിട്ടാണ് ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. ഈ വീട്ടുകാരായ സന്തോഷ്, ഭാര്യ, മകനും ഒക്കെ നേരിട്ട് അതിനെ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് RRT ടീം, ഫോറസ്റ്റ് ഗാർഡുമാരെല്ലാവരും തന്നെ ഇവിടെ ഇന്നലെ രാത്രി മുഴുവനും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30-ക്ക് നമ്മുടെ ക്യാമറ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി കടുവയെ പിടികൂടാനുള്ള തീവ്രശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അധികവും നമ്മളുടെ പാരിസൺ എസ്റ്റേറ്റിൻ്റെ അകത്തുകൂടിയാണ് അത് സഞ്ചരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കുറേയും കൂടി ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല മൂവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രശ്നം ഒന്ന് കുറയുന്നത് വരെ ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. തലപ്പുഴക്കടുത്തുള്ള കണ്ണോത്തുമല, കാട്ടേരിക്കുന്ന്, കമ്പിപ്പാലം, ഗോദാവരി പുതിയിടം, 10-ാം നമ്പർ എന്നിവിടങ്ങളിലൊക്കെ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. തലപ്പുഴ 43-ൽ എത്തിയത് 3 വയസ്സ് പ്രായമുള്ള കടുവയാണെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി എസ്റ്റേറ്റിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ പരിശോധന നടക്കും. കൈരളി ന്യൂസ്, വയനാട്.